ഹലോ, ജിയാസ് കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് പപ്സാണ്. ഇതിലേക്കായി ഞാൻ 2 കപ്പ് മൈദയും 3 ഉരുളക്കിഴങ്ങ്, 3 മീഡിയം സൈസ് സവാള, ക്യാരറ്റ്, 1 ക്യാരറ്റ് ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വയ്ക്കാം. ഇനി എടുത്തു വെച്ച മൈദയിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് മയം വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് എടുക്കണം. ഇനി ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഇനി നമുക്ക് എടുത്തു വെച്ച സവാള കട്ട് ചെയ്ത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അങ്ങനെയെല്ലാം എടുത്തു വയ്ക്കുക. ഡ്രൈ മസാല, കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് ആവശ്യമുണ്ട്. ചാട്ട് മസാല, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അങ്ങനെ കുറച്ച്. പിന്നെ നമുക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ട്, കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ട്, ഈ കട്ട് ചെയ്ത് വെച്ച സവോള നമുക്ക് വഴറ്റിയെടുക്കാം. സവോള ഒരുവിധം വഴന്ന് വന്നിട്ട് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്തതാണത്. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചാട്ട് മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങിനെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മയം വന്നിരിക്കുന്ന കുഴച്ച് വെച്ച മൈദ മാവ് എടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ 4 സൈഡ് നമുക്കിതേപോലെ സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നടുക്കിന്ന് ഇങ്ങനെ 4 പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൽ എണ്ണയും പൊടിയും ഒപ്പം തൂവിയിട്ട് ഈ 4 പീസ് നമുക്ക് ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പരത്തിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. അതാണതിൽ ചെയ്യാൻ പോകുന്നത്. ഈ 4 പീസ് എണ്ണയും പൊടിയും തൂവി നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആയി കിട്ടുമ്പോൾ ലെയറായിട്ട് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സൈഡ് ഇതുപോലെ മൈദ വെള്ളത്തിൽ കലക്കിയതിൻ്റെ പേസ്റ്റ് പോലെ ആക്കിയതിനെ നമുക്ക് തുറന്ന് വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം എണ്ണയിലിടുമ്പോൾ. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് അപ്പുറം ഇപ്പുറം കോരി മാറ്റാം. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവുന്ന വെജ് പപ്സാണ്. ചൂടായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കത്തി കൊണ്ട് കട്ട് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്